രാമായണമാസം 8-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയോടെ തമസാ നദീ തീരത്തെത്തിയ ശ്രീരാമൻ അന്ന് അവിടെ താമസിച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിരാഹാരനായി സീതയോടൊപ്പം ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അവർക്ക് സമീപം സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് കാവൽ നിന്നു. ശ്രീരാമനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കും രാമനോടൊപ്പം കാട്ടിൽ കഴിയാമെന്ന് തീരുമാനിച്ച് പൗരന്മാരും ശ്രീരാമ സന്നിധിയിൽ രാത്രി കഴിച്ചു. പൗരജനത്തിന്റെ കരച്ചിലും പറച്ചിലും കേട്ട് ശ്രീരാമൻ ഇപ്രകാരം ചിന്തിച്ചു: സൂര്യൻ ഉദിച്ചാൽ ഈ ആളുകൾ എന്നെ വിട്ടയക്കുകയില്ല. അപ്പോൾ എന്റെ കാര്യങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാകും. ദുഃഖിതരായ ഇവർ തളർന്നു കിടന്നുറങ്ങുകയാണ്. ഇവർ ഉണരുന്നതിന് മുമ്പേ ഇപ്പോൾ തന്നെ ഇവിടം വിട്ടു പോകണം. വേഗം തേര് തയ്യാറാക്കാൻ പറഞ്ഞതനുസരിച്ച് സുമന്ത്രർ തേര് തയ്യാറാക്കി. രാമലക്ഷ്മണന്മാരും സീതയും തേരിൽ കയറി. ഇതൊന്നും പൗരന്മാരറിഞ്ഞില്ല. അല്പനേരം അയോധ്യയ്ക്ക് നേരെ തേരോടിച്ചിട്ട് വീണ്ടും തെക്കേ ദിക്കിലേക്ക് തിരിച്ചുവിട്ടു. ശ്രീരാമന്റെ ചുറ്റും കിടന്നുറങ്ങിയിരുന്ന പൗരജനങ്ങൾ പിറ്റേ ദിവസം ഉണർന്നു നോക്കുമ്പോൾ രാമനെ കാണാത്തതിനാൽ കരഞ്ഞുകൊണ്ട് ഇച്ഛാഭംഗത്തോടെ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി. സീതാസമേതനായ രാമനെ ദിവസവും ചിന്തിച്ച് പുത്രമിത്രാദികളോടുകൂടി മനഃശുദ്ധിയോടെ അവർ കഴിഞ്ഞുകൂടി. ലക്ഷ്മി വല്ലഭനായ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗംഗാതീരത്തെത്തി. പുണ്യനദിയായ ഗംഗയിൽ അവർ സ്നാനം ചെയ്തു. അനന്തരം ശൃംഗിവേരപുരത്തിനടുത്തെത്തി ഒരു ശിംശാപ വൃക്ഷത്തിന്റെ ചുവട്ടിൽ സസുഖം വസിച്ചു. ശ്രീരാമന്റെ ആഗമന വാർത്ത വളരെ ഉത്സാഹത്തോടെയാണ് ഗുഹൻ കേട്ടറിഞ്ഞത്. തന്റെ സ്വാമിയും പ്രിയപ്പെട്ട സ്നേഹിതനുമായ ശ്രീരാമനെ കണ്ടു വണങ്ങുന്നതിന് പഴങ്ങൾ, തേൻ, പുഷ്പങ്ങൾ മുതലായവയെല്ലാം സംഭരിച്ച് രാമന്റെ സന്നിധിയിൽ ഭക്തിപൂർവം സമർപ്പിച്ചിട്ട് ഗുഹൻ ദണ്ഡനമസ്കാരം ചെയ്തു. ശ്രീരാമൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സസന്തോഷം മാറോട് ചേർത്ത് ഗാഠമായി ആലിംഗനം ചെയ്തു. പുഞ്ചിരിയോടെ മധുരമായി കുശലാന്വേഷണം നടത്തിയ ശ്രീരാമനോട് ഗുഹൻ കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, ഇന്ന് ഞാൻ ധന്യനായി. എന്റെ കാട്ടാള ജന്മവും പവിത്രമായി. ഈ കാട്ടാളന്റെ രാജ്യം ഒരു ദോഷവും ഇല്ലാത്തതാണ്. ഈ രാജ്യത്തെയും അങ്ങയുടെ കിങ്കരനായ എന്നെയും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. അങ്ങ് സന്തോഷത്തോടെ എന്നെന്നും ഇവിടെ തന്നെ വസിച്ചാലും. എന്റെ അന്തപുരം അങ്ങയുടെ പാദരേണുക്കളാൽ ഇന്ന് ശുദ്ധമാക്കണം. ഈ കിഴങ്ങുകളും പഴങ്ങളുമെല്ലാം സ്വീകരിച്ച് ദയാപൂർവം എന്നെ അനുഗ്രഹിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഗുഹനോട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു: സുഹൃത്തെ, ഞാൻ പറയുന്നത് കേൾക്കുക. എനിക്കിതിൽ പരം സുഖം കിട്ടാനില്ല. 14 വർഷം കഴിഞ്ഞേ ഞാൻ ഗ്രാമങ്ങളിലുള്ള വീടുകളിൽ താമസിക്കുകയുള്ളൂ. വനവാസം കഴിയും വരെ അന്യർ നൽകുന്നതൊന്നും ഞാൻ കഴിക്കുകയില്ല. ഇതെന്റെ രാജ്യം തന്നെ. നീ എന്റെ മിത്രവുമാണ്. അതിനാൽ നീ തന്നെ രാജ്യം ഭരിക്കുക. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് വല്ലായ്മ തോന്നരുത്. ഉടനെ കുറച്ച് പേരാലിന്റെ കറ കൊണ്ടുവരിക. ഉടൻ തന്നെ ഗുഹൻ പേരാലിൻ കറ എത്തിച്ചു കൊടുത്തു. ആ കറയും ഭസ്മവും ചേർത്ത് ലക്ഷ്മണനും ശ്രീരാമനും തലമുടി ജട പിടിപ്പിച്ച് കെട്ടി. ദർഭ വിരിച്ച് ലക്ഷ്മണൻ തയ്യാറാക്കിയ കിടക്കയിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ശ്രീരാമൻ സീതയോടൊത്ത് മാളിക മുകളിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് പോലെ സുഖമായി ശയിച്ചു. ലക്ഷ്മണനും ഗുഹനും അമ്പും വില്ലും ധരിച്ച് അവർക്ക് കാവൽ നിന്നു. ലക്ഷ്മീപതിയായ ശ്രീരാമനും ലക്ഷ്മി ഭഗവതിയായ സീതയും മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ദുഃഖിതനായ ഗുഹൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു: സുഹൃത്തെ, കമലാക്ഷനായ ശ്രീരാമനെ കണ്ടില്ലേ? അദ്ദേഹം മരച്ചുവട്ടിൽ ഇലകൾ വിരിച്ച കിടക്കയിൽ കിടന്നുറങ്ങുന്നു. നഗരത്തിലുള്ള കൊട്ടാരത്തിലെ സ്വർണ്ണക്കട്ടിലിൽ സീതാദേവിയോടൊത്ത് ഉറങ്ങിയിരുന്ന പുണ്യപുരുഷൻ ഇന്ന് കാട്ടിനുള്ളിലെ തറയിൽ തളിരുകൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ കിടക്കുന്നു. ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുന്നതിന് കാരണം കൈകേയിയാണ്. മന്ധരയുടെ ഗൂഢാലോചനയ്ക്ക് വഴങ്ങി കൈകേയി മഹാപാപം ചെയ്തു കളഞ്ഞല്ലോ. ഗുഹന്റെ ഈ വാക്കുകൾ കേട്ട ഉടനെ ലക്ഷ്മണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: സന്മനസ്സുള്ള അല്ലയോ സ്നേഹിത, ഞാൻ പറയുന്നത് കേൾക്കുക. എല്ലായ്പ്പോഴും ശ്രീരാമനാമം ജപിക്കുക. ആരുടെയും ദുഃഖത്തിന് ആരും കാരണക്കാരല്ല. അതുപോലെ ആരുടെ സുഖത്തിനും. ഈ 3 ലോകത്തിലും മറ്റാരുമല്ല കാരണക്കാർ. മുജ്ജന്മങ്ങളിലെ കർമ്മഫലമാണ് സർവ്വലോകരുടെയും സുഖത്തിനും ദുഃഖത്തിനും കാരണം. ആലോചിച്ചു നോക്കിയാൽ നമുക്ക് ദുഃഖമോ സുഖമോ നൽകുന്നതിന് ആരുമില്ലെന്ന് തീർച്ചയാണ്. ഈ ലോകത്തിൽ ഒരാൾ എനിക്ക് സുഖം നൽകുന്നു, മറ്റൊരാൾ എനിക്ക് ദുഃഖം നൽകുന്നു എന്ന് വെറുതെയുള്ള തോന്നൽ അറിവില്ലാത്തവർക്ക് മാത്രമേ ഉണ്ടാകൂ. അറിവുള്ളവർക്ക് ഇങ്ങനെ തോന്നുകയില്ല. ഞാനാണിത് ചെയ്യുന്നതെന്ന തോന്നൽ മിഥ്യാഭിമാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഗുഹനും ലക്ഷ്മണനും പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സൂര്യോദയമായി. നിത്യകർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ശ്രീരാമൻ തോണി വരുത്തുവാൻ ഗുഹനോട് പറഞ്ഞു. പെട്ടെന്ന് ഗുഹൻ ഒരു വലിയ തോണി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: സ്വാമിൻ, ലക്ഷ്മണൻ, സീത എന്നിവരോടൊപ്പം അങ്ങീ തോണിയിൽ കയറിയാലും. മാനവവീര, എന്റെ ജീവനാഥ, അടിയൻ തന്നെ ഈ തോണി തുഴയാം. ശൃംഗിവേരപുരത്തിന്റെ അധിപനായ ഗുഹന്റെ വാക്കുകൾ കേട്ട് രാമൻ മംഗലദേവതയായ സീതയുടെ കൈക്ക് പിടിച്ച് തോണിയിൽ കയറ്റി.
ഗുഹന്റെ കൈപിടിച്ച് ശ്രീരാമനും ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ലക്ഷ്മണനും തോണിയിൽ കയറി. തന്റെ ബന്ധുക്കളോടൊപ്പം തോണിയിൽ കയറിയ ഗുഹൻ തന്നെ തോണി തുഴഞ്ഞു. മംഗലവാങ്കിയായ സീതാദേവി ഗംഗയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഗംഗേ ഭഗവതി, ദേവിക്ക് നമസ്കാരം. പ്രേമത്തോടെ ശ്രീ പരമേശ്വരന്റെ ശിരസിൽ വാഴുന്ന സുന്ദരിയായ ഹൈമവതി, നിനക്ക് നമസ്കാരം. മന്ദാകിനിയായ ഗംഗാദേവിക്ക് നമസ്കാരം. ഞങ്ങൾ കാനനവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അല്ലയോ ശിവന്റെ വല്ലഭയായ ഗംഗാദേവി, അവിടത്തേക്ക് ആദരപൂർവ്വം ഞങ്ങൾ ബലിപൂജകൾ അർപ്പിച്ചുകൊള്ളാം. ഞങ്ങളെ നീ ആപത്ത് കൂടാതെ രക്ഷിച്ചു കൊള്ളണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തോണി മറുകരയിലെത്തി. തോണിയിൽ നിന്നിറങ്ങിയ ഗുഹൻ ശ്രീരാമനോട് ഇങ്ങനെ അപേക്ഷിച്ചു: അങ്ങയോടൊപ്പം വരുന്നതിന് അടിയനെ കൂടി അനുവദിക്കണം, അല്ലെങ്കിൽ ലോകനാഥ, ഞാൻ ജീവൻ ഉപേക്ഷിക്കും. ഗുഹൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ശ്രീരാമൻ സന്തോഷപൂർവ്വം അവനോട് പറഞ്ഞു: 14 വർഷം വനത്തിൽ താമസിച്ചതിനു ശേഷം തീർച്ചയായും വേഗം ഞാൻ മടങ്ങി വരും. അതുവരെ ദുഃഖിക്കാതെ നീ ഇവിടെ താമസിക്കുക. രാമന്റെ വാക്കൊരിക്കലും അസത്യമാവുകയില്ല. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ശ്രീരാമൻ ഗുഹനെ ആലിംഗനം ചെയ്തു. അനന്തരം ഗുഹൻ ശ്രീരാമനെ നമസ്കരിച്ചിട്ട് തോണിയിൽ കയറി സ്വഗൃഹത്തിലേക്ക് പോയി രാമചിന്തയോടെ വസിച്ചു. സീത, ലക്ഷ്മണൻ എന്നിവരോടുകൂടി സഞ്ചരിക്കുന്നതിനിടയിൽ ശ്രീരാമൻ ഒരു മാനിനെ ഭക്ഷണത്തിനു വേണ്ടി കൊന്നു. അനന്തരം ഇലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കിടക്കയിൽ സുഖമായി കിടന്നുറങ്ങി. സൂര്യോദയത്തിനു ശേഷം അർഘ്യാദികളോടുകൂടി നിത്യകർമ്മങ്ങൾ കഴിച്ചിട്ട് ഭരദ്വാജ മുനിയുടെ ആശ്രമ സമീപമെത്തി. അവിടെ കണ്ട ഒരു ബ്രഹ്മചാരിയോട് ശ്രീരാമൻ പറഞ്ഞു: ദശരഥപുത്രനായ രാമൻ ഭാര്യയോടും സഹോദരനോടും കൂടി ആശ്രമത്തിനരികിലെത്തി കാത്തിരിക്കുന്നുവെന്ന കാര്യം ഇപ്പോൾ തന്നെ ചെന്ന് മഹർഷിയെ അറിയിക്കണം. അനന്തരം ബ്രഹ്മചാരി മുനിയുടെ സമീപത്തെത്തി വലിയ സന്തോഷത്തോടെ ഇങ്ങനെ അറിയിച്ചു: ആശ്രിത വത്സല, ഈ ആശ്രമത്തിനടുത്ത് ദശരഥപുത്രനായ ശ്രീരാമൻ വന്ന് കാത്തിരിക്കുന്നു. ഇത് കേട്ട ഭരദ്വാജൻ എഴുന്നേറ്റ് അർഘ്യം, പാദ്യം മുതലായവ കയ്യിലെടുത്തുകൊണ്ട് ശ്രീരാമ സന്നിധിയിലെത്തി. ലക്ഷ്മണനെയും ശ്രീരാമനെയും പൂജിച്ചു. ലക്ഷ്മിപതിയും ദയാപരനുമായ രാമനെ കണ്ട് ഭരദ്വാജ മഹർഷി ആനന്ദ സമുദ്രത്തിൽ മുഴുകി. സീതയും ലക്ഷ്മണനും ശ്രീരാമനും ഭരദ്വാജ പാദങ്ങൾ വണങ്ങി. മഹർഷി അവർക്കെല്ലാം ആശീർവചനങ്ങൾ അരുളിയിട്ട് സന്തോഷം ഇങ്ങനെ പറഞ്ഞു: വേദസ്വരൂപ, അങ്ങയുടെ പാദത്തിലെ പൊടി കൊണ്ട് എന്റെ ഈ ആശ്രമത്തെ പരിശുദ്ധമാക്കിയാലും. ഇങ്ങനെ പറഞ്ഞിട്ട് സീതാ, ലക്ഷ്മണൻ എന്നിവരോടൊപ്പം ശ്രീരാമനെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിധിപ്രകാരം പൂജിച്ചിട്ട് ഭരദ്വാജ മുനി ഇപ്രകാരം അരുളി ചെയ്തു: അങ്ങയെ കണ്ടതോടെ എന്റെ തപസ്സെല്ലാം സഫലമായി. എന്തിന് കൂടുതൽ പറയുന്നു? ഞാൻ വളരെയധികം സന്തുഷ്ടനും കൃതാർത്ഥനുമായി തീർന്നിരിക്കുന്നു. തുടർന്ന് ശ്രീരാമൻ ആദരപൂർവ്വം ഭരദ്വാജനെ വന്ദിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ക്ഷത്രിയരായി ഞങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണം. ഇങ്ങനെ പരസ്പരം സംഭാഷണങ്ങളിൽ മുഴുകി മുനിയോടൊത്ത് ശ്രീരാമൻ ആശ്രമത്തിൽ രാത്രി കഴിച്ചുകൂട്ടി. ശ്രീരാമനും സീതയും ലക്ഷ്മണനും രാവിലെ എഴുന്നേറ്റ് ഭരദ്വാജ മുനിയുടെ പുത്രന്മാരായ ഋഷികുമാരന്മാരുമൊത്ത് ഉത്തമയായ യമുനാ നദി കടന്ന് താപസന്മാർ കാട്ടിക്കൊടുത്ത വഴിയേ പോയി. ചിത്രകൂട പർവ്വതത്തിൽ എത്തി. പല മുനിമാർ നിറഞ്ഞതും നാനാതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ധാരാളമുള്ളതും ഉപയോഗപ്രദങ്ങളായ നല്ല മരങ്ങൾ, വള്ളികൾ എന്നിവ കൊണ്ടും പരിശോഭിതവും എല്ലായ്പ്പോഴും പൂക്കൾ, കായ്കൾ, തളിരുകൾ എന്നിവയോട് കൂടിയതും മനോഹരവും നിർമ്മലവുമായ വാൽമീകിയുടെ ആശ്രമം അവർ അവിടെ കണ്ടു. ശ്രീരാമാദികൾ ആശ്രമത്തിലെത്തിയ വാൽമീകിയെ നമസ്കരിച്ചു. അപ്പോൾ വാൽമീകി ലക്ഷ്മീകാന്തനും കാമദേവനെ പോലെ സുന്ദരനും നീലത്താമരയിതൾ പോലുള്ള കണ്ണുകളുള്ളവനും ദേവേന്ദ്രൻ തുടങ്ങിയ ദേവഗണത്താൽ അഭിവന്ദ്യനും അമ്പും ആവനാഴിയും വില്ലും ധരിച്ചിട്ടുള്ളവനും ലോകത്തെ സംരക്ഷിക്കുന്നതിൽ സമർത്ഥനും ജഡമകുടം കൊണ്ട് ശോഭിക്കുന്നവനും സീത, ലക്ഷ്മണൻ എന്നിവരോട് കൂടിയവനും ആഗ്രഹങ്ങൾ നൽകുന്നവനും മനോഹരനും കോമളനും ശ്യാമളനും മോഹനനും വീരനും രഘുകുല നായകനുമായ രാജാവുമായ ശ്രീരാമനെ കണ്ട് വാൽമീകി ആനന്ദ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ ശ്രീരാമന്റെ തിരുമൈ മുറുകെ ആലിംഗനം ചെയ്തു. ശ്രീരാമചന്ദ്രനെ പൂജാദ്രവ്യങ്ങൾ, പാദ്യം മുതലായവ കൊണ്ട് ഭക്തിപൂർവ്വം പൂജിച്ചതിനു ശേഷം മോക്ഷദായകനായ ഭഗവാന് ഭക്ഷിക്കുന്നതിനു വേണ്ടി പഴുത്ത് മധുരരസമുള്ള ഫലങ്ങൾ, തേൻ, കിഴങ്ങ് മുതലായവ ആദരവോടും സന്തോഷത്തോടും കൂടി സമർപ്പിച്ചു. അവയെല്ലാം കഴിച്ച് ക്ഷീണമെല്ലാം തീർത്ത് ശ്രീരാമൻ വാൽമീകിയെ നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: അച്ഛന്റെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പുറപ്പെട്ടത്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വേദാന്തികളായ നിങ്ങൾക്കതെല്ലാം അറിയാം. സീതയോട് ഒന്നിച്ചു പാർക്കാൻ പറ്റിയ ഒരു സ്ഥലം അങ്ങ് പറഞ്ഞു തരണം. ഈ പ്രദേശത്ത് കുറച്ചുനാൾ താമസിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അങ്ങേപോലുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗളകരമായ ദേശങ്ങൾ താമസത്തിന് ഏറ്റവും പറ്റിയതാണ്. ഇത് കേട്ട വാൽമീകി മഹർഷി പുഞ്ചിരി തൂകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പരമാത്മസ്വരൂപനായ അങ്ങയിൽ സമസ്ത ലോകങ്ങളും വസിക്കുന്നു. നീ എല്ലാ ലോകങ്ങളിലും വസിക്കുന്നു. അതിനാൽ ഒരു സാധാരണ വാസസ്ഥലം അങ്ങേക്ക് നിർദ്ദേശിക്കാൻ എനിക്കെങ്ങനെ കഴിയും?
സനാതനമായ ധർമാധർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഭക്തിയോടുകൂടി നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങേക്ക് വസിക്കാനുള്ള ഉത്തമ ഗൃഹമാണ്. നിത്യവും നീയെ ശരണമെന്ന വിചാരത്തോടെ ദന്തഭാവമോ മോഹങ്ങളോ കർമ്മഫല കാംക്ഷയോ ഇല്ലാതെ നിന്റെ നാമമന്ത്രം ജപിക്കുന്നവരുടെ ഹൃദയകമലം നിനക്ക് സുഖമായി വസിക്കുവാനുള്ള ഉത്തമ സ്ഥലമത്രേ. രാമായണ മാസം 8-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.